ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരു സാക്ഷാത്കാരമാണ്. അപ്പം അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് മെമ്മറീസ് ഓഫ് ശീല പ്രഭുപാദ് എന്നാണ്. അത് വോളിയം 1 ഓരോരോ ഇതിലും ഓരോ മുതിർന്ന ശിഷ്യന്മാര് പ്രഭുപാദുമായിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഇന്ററാക്ഷൻ അപ്പം അവർക്ക് കിട്ടുന്ന സാക്ഷാത്കാരങ്ങളും അവർക്ക് കിട്ടുന്ന അറിവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ബുക്കാണ്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയാണ് ഹരിവിലാസ് എന്ന് പറഞ്ഞ പ്രഭു. അദ്ദേഹം പാരീസിലെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം പ്രഭുപാദുമായിട്ട് ഒരു ഇന്ററാക്ഷൻ പങ്കുവയ്ക്കുന്നതാണ്. അപ്പം അദ്ദേഹം ഒരു വേളയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ടെമ്പിളിലേക്ക് സഞ്ചരിച്ചു വരികയായിരുന്നു. കൂടെ പ്രഭുപാദും ഉണ്ടായിരുന്നു കാറിൽ. അപ്പം അദ്ദേഹം ഒരു കെട്ടിടത്തിന്റെ അടുത്തെത്തിയപ്പോഴത്തേന് അദ്ദേഹം പ്രഭുപാദിനോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ പോവാണ് പ്രഭുപാദ്, അതിന്റെ പേര് കൃഷ്ണ ഷോപ്പാണെന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നോ, അങ്ങനെ ആ പേരിടണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ഹരേ കൃഷ്ണ ഷോപ്പ് എന്നിടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രഭുപാദ് പറഞ്ഞു പോകുന്നവരും വരുന്നവരൊക്കെ അതിന്റെ അടുത്തൂടെ നടക്കുന്നവരൊക്കെ ഹരേ കൃഷ്ണ എന്ന് വായിക്കട്ടെ എന്നുള്ളത് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് ചൈതന്യ ചരിതാമൃതത്തിലുള്ള ആ ഒരു കാര്യം പ്രഭുപാദ് പറയുന്നുണ്ട്. ഒരു ഉറുദു സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു കാട്ടുപന്നി വന്ന് അദ്ദേഹത്തിന് ഇടിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാട്ടുപന്നി വന്ന് അദ്ദേഹത്തിന് ഇടിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും. പക്ഷെ അവർക്ക് ഈ ഹറാം എന്ന് പറഞ്ഞാൽ അൺടച്ചബിൾ എന്നാണ്, തൊട്ടുകൂടാത്ത സാധനം എന്നാണ്. അപ്പൊ ഈ പന്നി കാണുമ്പം ഹറാം എന്ന് വിളിക്കും, റാം എന്ന് വിളിക്കും. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അത് വന്ന് ഇടിച്ചിട്ട്. അപ്പൊ അതിനകത്ത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, അത് ഏകദേശം ഹരേ രാമ എന്നുള്ളതിന് അപ്രോക്സിമേറ്റ് ആണ് ആ റാം എന്നുള്ളത്. അപ്പൊ ആ ഒരു നാമം അദ്ദേഹം ജപിച്ചതുകൊണ്ട്, അപരാധമില്ലാതെ ജപിച്ചതുകൊണ്ട് ആ നാമത്തിന്റെ ശക്തി അത്രയാണ്. വേറൊന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പറഞ്ഞെങ്കിലും ഒരു അപരാധം ഇല്ലാതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നാമത്തിന്റെ ശക്തിയിൽ അദ്ദേഹം തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ശക്തമത്താണ് തിരുനാമങ്ങൾ എന്ന് പ്രഭുപാദ് പറഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ഷോപ്പിന്റെ പേര് ഹരേ കൃഷ്ണ എന്നിടാനായിട്ട് പറഞ്ഞു. അപ്പം വരുന്നവർക്കും എല്ലാം അത് കേൾക്കാനും അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു ഹരേ കൃഷ്ണ എന്ന് ജപിക്കുമല്ലോ, പറയുമല്ലോ എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അത് ഹരിവിലാസ് പ്രഭുവിന് ഒരു പുതിയൊരു സാക്ഷാത്കാരമായിരുന്നു. അപ്പോൾ കൃഷ്ണ എന്ന നാമത്തിന് ഹരേ കൃഷ്ണ എന്ന നാമത്തിനും തമ്മിലുള്ള ആ പൊട്ടൻസി ഡിഫറൻസും പ്രഭുപാദ് അതിലൂടെ കാണിച്ചു തരികയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം പിന്നെ ചെയ്ത എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിനെല്ലാം അദ്ദേഹം ഇങ്ങനെയാണ് ഹരേ കൃഷ്ണ എന്നാണ് പേരിട്ട് തുടങ്ങിയെന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു.